നമുക്ക് എന്തുകൊണ്ടാണ് മെൻഡൽ പൈസം സെറ്റൈവം അഥവാ ഗാർഡൻ പീ സെലക്ട് ചെയ്യാൻ കാരണം? ആളുടെ എക്സ്പെരിമെൻ്റൽ പ്ലാന്റായിട്ട് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റുകൾക്ക് എന്തുകൊണ്ടാണ് ഗാർഡൻ പീ അഥവാ പൈസം സെറ്റൈവത്തിനെ സെലക്ട് ചെയ്തത്? ആ സെലക്ട് ചെയ്തത് തന്നെ അയാളെ ഈ എക്സ്പെരിമെൻറ്റ് സക്സസ് ആവാൻ ഒരുപാട് സഹായിക്കുകയും ചെയ്തു. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്, അത് തന്നെ അയാൾക്ക് ഈ ജെനറ്റിക്സിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു ആ കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തത് ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. പീ പ്ലാന്റിന് അല്ലെങ്കിൽ ഗാർഡൻ പീ പ്ലാന്റിന് വളരെ ഷോർട്ടായിട്ടുള്ള ലൈഫ് സൈക്കിൾ ആയതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ടുകൾ കിട്ടും. ഒരുപാട് ലോങ് ഡ്യൂറേഷൻ ഒന്നുമില്ല. പെട്ടെന്ന് അതിൻ്റെ ഓരോ F1 F2 അങ്ങനെ ജനറേഷനൊക്കെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ടുകൾ കിട്ടും. ഷോർട്ട് ലൈഫ് സൈക്കിളിനുള്ളിൽ അതിൻ്റെ ഇതൊക്കെ തീരും. അതുപോലെ തന്നെ ഈസി ടു ക്യാരി ഔട്ട് എക്സ്പെരിമെൻറ്റ്, വളരെ ഈസി ആയിട്ട് എക്സ്പെരിമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഗാർഡൻ പീ. സോ ഷോർട്ട് ലൈഫ് സൈക്കിളായിരുന്നു പീ പ്ലാന്റിന്. അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ് ക്യാരി ഔട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു പീ പ്ലാന്റിൽ. പിന്നെ നമ്മൾ പറഞ്ഞു ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്, ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പീ പ്ലാന്റിൽ ഉണ്ടായിരുന്നു. സോ അത് വളരെയധികം ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു മെൻഡലിന് കൺക്ലൂഷന് വേണ്ടിയിട്ട്. സോ ഡിസ്റ്റിങ്ക്റ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ടോള്, ഡ്വാർഫ്, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിളിലുള്ള ഒരുപാട് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടി. അതുപോലെ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത, ഇത് ജനറലി സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. എന്നിരുന്നാലും ഇതിനെ ക്യാൻ ബി ക്രോസ് പോളിനേറ്റഡ്. അത് സെൽഫ് പോളിനേഷനെ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്രോസ് പോളിനേഷൻ നടത്താൻ പറ്റും. നമ്മൾ പഠിച്ചതാണ് ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. സോ അതിൽ നോർമലി സെൽഫ് പോളിനേറ്റഡ് ആണെങ്കിലും രണ്ടും ഇതിനെ വേണമെങ്കിൽ ക്രോസ് പോളിനേറ്റും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഹൈബ്രിഡുകൾ പീ പ്ലാന്റിൻ്റെ പെർഫെക്റ്റ്ലി ഫെർട്ടൈൽ ആയിരുന്നു, റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഉള്ളതായിരുന്നു ഈ പീ പ്ലാന്റുകളുടെ ഹൈബ്രിഡുകളൊക്കെ. സോ അതിൻ്റെ ലൈഫ് സൈക്കിൾ വളരെ ഷോർട്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നു. വളരെ ഈസി ആയിട്ട് എക്സ്പെരിമെൻറ്റ് ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു പീ പ്ലാന്റ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ് ആയിരുന്നു പീ പ്ലാന്റ്. അതുപോലെ അതിന് സെൽഫ് പോളിനേറ്റ് ചെയ്യാനും അത് ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസ് പോളിനേറ്റ് ചെയ്യാനും പറ്റി. സോ ട്രൂ ബ്രീഡിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്യോർ ടോൾ, പ്യോർ ഡാർഫ്, അതുപോലെ അതിൻ്റെ സീഡിൻ്റെ കളറ്, സീഡിൻ്റെ ഷേപ്പ്, ഫ്ലവറിൻ്റെ പൊസിഷൻ, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് പ്യോറായിട്ടാക്കി എടുക്കാനായിട്ട് അത് സെൽഫ് പോളിനേഷൻ ചെയ്തിട്ട് പിന്നീടാണ് അത് ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി എക്സ്പെരിമെൻറ്റുകൾ ക്യാരി ഔട്ട് ചെയ്തത്. അതുപോലെ അവിടെ കിട്ടുന്ന ഹൈബ്രിഡുകളൊക്കെ പെർഫെക്റ്റ്ലി ഫെർട്ടൈലായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ. മെൻഡലിൻ്റെ 1 ജീൻ ഇൻഹെറിറ്റൻസ് ഒരു ക്യാരക്ടർ വെച്ചിട്ട് മെൻഡൽ സ്റ്റഡി ചെയ്തു. അതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ. ഒറ്റ ക്യാരക്ടർ, ഒരു ക്യാരക്ടറിൻ്റെ 2 ആൾട്ടർനേറ്റീവ് ഫോംസുകൾ വെച്ചിട്ട് സ്റ്റഡി ചെയ്താണ് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ. അതിൽ ചെയ്തത് ടോൾ പ്ലാന്റിനെ ഡ്വാർഫ് പ്ലാന്റുമായിട്ട്. സോ ടോൾ എന്ന് പറഞ്ഞ പാരൻറ്റ് പ്ലാന്റും ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ വേറൊരു പാരൻറ്റ്. സോ ജനറ്റിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള ആ പ്ലാന്റിനെ ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ മുഴുവൻ കിട്ടിയത് ടോൾ പ്ലാന്റ്, എല്ലാം ടോൾ പ്ലാന്റ്. സോ ആദ്യത്തെ ഹൈബ്രിഡ് മുഴുവൻ ടോൾ പ്ലാന്റുകളായിരുന്നു. സോ ജനറ്റിക്കലി ഡിഫറൻ്റ് ആയിരുന്നു ടോളും ഡ്വാർഫും. ആ രണ്ടെണ്ണത്തിന് ക്രോസ് ചെയ്തപ്പോൾ F1 ഹൈബ്രിഡിലെ എല്ലാം ടോളായിരുന്നു. ഈ ടോളിനെയും ഡ്വാർഫിനെയും സെലക്ട് ചെയ്തത് പ്യോർ ടോൾ പ്ലാന്റും പ്യോർ ഡ്വാർഫ് പ്ലാന്റുമായിട്ടാണ്. സോ ടോൾ പ്ലാന്റുമായിട്ട് കുറേ സെൽഫ് ചെയ്ത് നമ്പർ ഓഫ് സെവറൽ ജനറേഷനിൽ അത് ചെയ്ത് ഉറപ്പിച്ചു വെച്ചു. ഈ ജനറേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ടോൾ പ്ലാന്റിൻ്റെ ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമേ കിട്ടുള്ളൂ എന്ന് ഉറപ്പിച്ചു വെച്ചു. അതുപോലെ തന്നെ ഡ്വാർഫിൻ്റെയും പ്യോർ ബ്രീഡിങ്, ട്രൂ ബ്രീഡിങ്, കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ ചെയ്ത് അതിൻ്റെ ആ ക്യാരക്ടർ, ഡ്വാർഫ് എന്നുള്ള ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്യുകയും അത് തന്നെ എക്സ്പ്രസ് ചെയ്യാനും സെവറൽ ജനറേഷനിൽ തുടങ്ങി ആ പ്ലാന്റിനെയാണ് ഡ്വാർഫായിട്ട് യൂസ് ചെയ്തത്. സോ ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ടോളും ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ഡ്വാർഫാണ് സെലക്ട് ചെയ്ത് ക്രോസ് പോളിനേഷൻ ചെയ്യാൻ. എന്നിട്ട് കിട്ടിയ F1 മുഴുവൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഹൈബ്രിഡിൽ മുഴുവൻ എല്ലാം ടോളായിരുന്നു. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീന് മെൻഡലിൻ്റെ കേസിൽ സാധ്യമായത്? സോ പാരൻറ്റ് പ്ലാന്റ്, അപ്പോൾ അവിടെ നമ്മൾ ഈ സൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മെയിൽ എന്നാണ്. അതുപോലെ ഈ സൈനിൻ്റെ അർത്ഥം ഫീമെയിൽ എന്നാണ്. സോ മെയിൽ ആൻഡ് ഫീമെയിൽ, ഇതാണ് ജെനറ്റിക്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ബയോളജിയിൽ യൂസ് ചെയ്യുന്ന ടേംസിലാണ്. മെയിൽ എന്ന് പറഞ്ഞ സിമ്പിളും ഇതാണ് ഫീമെയിലിൻ്റെ സിമ്പിൾ. സോ മെയിൽ ടോൾ പ്ലാന്റിനെ, പാരൻറ്റ് ടോൾ പ്ലാന്റിനെ ഫീമെയിൽ ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു, ആർട്ടിഫിഷ്യൽ അഥവാ ക്രോസ് പോളിനേഷൻ നടത്തി.
മെയിൽ ടോൾ പ്ലാന്റിനെ ഫീമെയിൽ ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ അവിടെ ഉറപ്പിച്ചിരുന്നു ടോൾ പ്ലാന്റ് ഫുള്ള് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ടോൾ പ്ലാന്റും ഡ്വാർഫ് ഫീമെയിൽ ഫുള്ള് ട്രൂ ബ്രീഡിംഗ് അല്ലെ പ്യുവർ ബ്രീഡിംഗ് ആയിട്ടുള്ള ഡ്വാർഫ്. അതായത് അതിൽ ഡ്വാർഫ് എന്നുള്ള ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, ഇതിലാണെങ്കിൽ ടോൾ എന്നുള്ള ക്യാരക്ടർ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടാണ്. അങ്ങനെയുള്ളതാണ് ട്രൂ ബ്രീഡിംഗ്. നമ്പർ ഓഫ് ജനറേഷൻസ് എവറി ജനറേഷൻ ചെയ്യുമ്പോൾ ടോൾ മാത്രം കിട്ടിയതിന് മാത്രം ട്രൂ ബ്രീഡിംഗ് ആയിട്ട് സെലക്ട് ചെയ്തു, ഡ്വാർഫ് മാത്രം കിട്ടിയത് ട്രൂ ബ്രീഡിംഗ് ഡ്വാർഫായിട്ട്. അങ്ങനെ മെയിൽ ടോൾ പ്ലാന്റിനെ ഫീമെയിൽ ഡ്വാർഫ് പാരൻറ്റ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ജനറ്റിക് ഇത് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയും. ടോളും ഡ്വാർഫും എക്സ്റ്റേണലി എന്തായിട്ടാണ് കാണുന്നത്, ടോള് ഡ്വാർഫ്. അതിൻ്റെ ജീനോടൈപ്പിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ടോളിനെ അതിൻ്റെ അലീലുകളായിട്ട് അലീലോമോർഫ്സ് ആയിട്ട് എക്സ്പ്രസ് പെയറുകളായിട്ട് ക്യാപിറ്റൽ ടി അതാണ് ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ജീൻ. സ്മോൾ ടി അതാണ് ഡ്വാർഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ജീൻ. സോ ക്യാപിറ്റൽ ടി ടോൾ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ജീൻ, സ്മോൾ ടി ഡ്വാർഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ജീൻ. ഇനി അതിനെ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ അതിൽ ഇവർ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഗ്യാമറ്റുകളായിട്ട് മാറും. സോ ആ ഗ്യാമറ്റുകളാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ ടി ഇങ്ങനെ റൗണ്ട് വരച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഗ്യാമറ്റാണ്. സോ ഇവർ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ ഇവർ ഇൻഡിവിജ്വൽ ഗ്യാമറ്റുകളായിട്ട് വരും. സോ ഈ രണ്ട് ജീനുകളും ഇൻഡിവിജ്വൽ ഗ്യാമറ്റുകളായിട്ട് വരണം. സോ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ഗ്യാമറ്റ്, അതുപോലെ ഈ ഡ്വാർഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ജീന് രണ്ട് അലീലുകൾ സെപ്പറേറ്റ് ആയിട്ട് സ്മോൾ ടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആ ഓരോന്നിനും നമ്മൾ ഗ്യാമറ്റ്. സോ ഇങ്ങനെ എഴുതുമ്പോൾ അത് ഗ്യാമറ്റ്. അപ്പോൾ ഈ ജീനിന് 2 ഗ്യാമറ്റുകൾ, ടോളിന്, ഈ ഡ്വാർഫിനും 2 ഗ്യാമറ്റുകൾ. ഇനി ഈ ഗ്യാമറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യണം. ഈ ഗ്യാമറ്റിൽ ഏത് ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് ഹൈബ്രിഡ്, അത് F1 അല്ലെങ്കിൽ ഫീലിയൽ ജനറേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ക്രോസിങ്ങിന് ശേഷം കിട്ടിയത് ഫസ്റ്റ് ജനറേഷനിൽ ഇങ്ങനെ ഒരു ഹൈബ്രിഡ്, ഇങ്ങനെ ഒരു ഹൈബ്രിഡ്, ഇതിൻ്റെ 2 ഹൈബ്രിഡ് അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ഹൈബ്രിഡ് ഗ്യാമറ്റ് ഈ ഡ്വാർഫിൻ്റെ ഈ ഗ്യാമറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തു. ക്യാപിറ്റൽ ടി ഈ ഡ്വാർഫിൻ്റെ ക്യാറ്റ് ഫ്യൂസ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞ ഒരു ഇത് കിട്ടി. അതുപോലെ തന്നെ വീണ്ടും ഇത് സാധ്യതകളാണ്. നോക്കിയപ്പോൾ ഈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ഗ്യാമറ്റ് വീണ്ടും അടുത്ത ഈ ക്യാരക്ടറുമായിട്ട് ഈ സ്മോൾ ടി ആയിട്ട് ഫ്യൂസ് ചെയ്തു. അപ്പോഴും എന്താണ്? ക്യാപിറ്റൽ ടി ക്രോസ് ചെയ്തപ്പോൾ സ്മോൾ ടി. ഇനി അടുത്ത ഗ്യാമറ്റും ഇതുപോലെ ഓരോരുത്തരുമായിട്ട് കമ്പൈൻ ചെയ്യണം. സോ ഈ ക്യാപിറ്റൽ ടി ഇതുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതുപോലെ അത് അടുത്ത ഗ്യാമറ്റുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. അങ്ങനെ നോക്കിയപ്പോൾ ആദ്യത്തെ ജനറേഷനിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി, എല്ലാ ഓഫ്സ്പ്രിങ്സുകളും അല്ലെങ്കിൽ F1 ജനറേഷനും എല്ലാം ടോളായിരുന്നു. സോ 2 ജനറ്റിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള പാരൻറ്റ് പ്ലാന്റിനെ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ ആദ്യത്തെ ജനറേഷനിലെ എല്ലാ ഓഫ്സ്പ്രിങ്സുകളും F1 ഹൈബ്രിഡുകൾ എന്തായിരുന്നു? എല്ലാം ടോളായിരുന്നു. നാച്ചുറലി ഒരു സംശയം വരും, ഡ്വാർഫ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഈ ഡ്വാർഫ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഓഫ്സ്പ്രിങ്സുകളിൽ ഒരെണ്ണം പോലും വന്നില്ല, എന്തുകൊണ്ട്? അപ്പോൾ എവിടെ പോയി ഈ ഡ്വാർഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ? നാച്ചുറലി സംശയമായി. മെൻ്റലിനെ എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സോ എല്ലാം ടോളായിരുന്നു. F1 കിട്ടിയത് എല്ലാം ടോളാണ്. അത് നമ്മുടെ പാരൻറ്റിനെ പോലെ തന്നെ എല്ലാം ടോൾ പ്ലാന്റുകളാണ് കിട്ടിയത്. സോ ഡ്വാർഫ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ F1 കിട്ടിയ ഈ ടോൾ പ്ലാന്റിലെ അതുമായിട്ട് തന്നെ സെൽഫ് ചെയ്തു. ഇവിടെ ചെയ്തത് ക്രോസ് പോളിനേഷനാണ്. അപ്പോൾ കിട്ടിയ ഹൈബ്രിഡുകളാണ് ഇതൊക്കെ. പാരൻറ്റ് ജനറ്റിക്കലി ഡിഫറൻ്റ് ആയിട്ട് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ ഹൈബ്രിഡുകളാണ് എല്ലാം. 4 എണ്ണം എന്താണ്? ടോളാണ്. പക്ഷേ ഈ ഡ്വാർഫിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ടോൾ പ്ലാന്റിനെ അതിലുള്ളവരായിട്ട് തന്നെ സെൽഫ് ചെയ്തു. അതാണ് F1 ജനറേഷനിൽ കിട്ടിയ ടോൾ പ്ലാന്റിനെ അതേ F1 ജനറേഷനിൽ കിട്ടിയ ടോൾ പ്ലാന്റുമായിട്ട് സെൽഫ് ചെയ്തു. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി രണ്ടുപേരും തമ്മിൽ സെൽഫ് ചെയ്തു. സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ അല്ല, ഈ പറഞ്ഞ ഓഫ്സ്പ്രിങ്സുകളെ തമ്മിൽ സെൽഫ് ചെയ്തു. അപ്പോൾ എന്താണ് കിട്ടിയെന്ന് നോക്കാം. വീണ്ടും F1നെ നമ്മൾ വീണ്ടും ഇവർ ക്രോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗ്യാമറ്റുകളായി മാറണം. അപ്പോൾ ഈ ക്യാപിറ്റൽ ടി ഇൻഡിവിജ്വലായിട്ട് വന്നു, സ്മോൾ ടി ഇൻഡിവിജ്വലായിട്ട് വന്നു, ഇതിൻ്റെയും ക്യാപിറ്റൽ ടി ഇൻഡിവിജ്വലായിട്ട് വന്നു, സ്മോൾ ടി ഇൻഡിവിജ്വലായിട്ട് വന്നു. ഇൻഡിവിജ്വൽ ഗ്യാമറ്റുകൾ വീണ്ടും ക്രോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഗ്യാമറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ, ഈ ക്യാപിറ്റൽ ടി
അടുത്തത്തെ ഈ ക്യാപിറ്റൽ സെൽഫ് ചെയ്തപ്പോഴുള്ള ഈ ക്യാപിറ്റൽ ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി എന്താണ് കിട്ടിയത്? ക്യാപിറ്റൽ ടി. അതുപോലെ ഈ ടോളും അതിൻ്റെ അടുത്ത ഗ്യാമറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. വീണ്ടും അടുത്ത സാധ്യത ഈ ക്യാപിറ്റൽ ടിയും ഇതും കൂടി ഫ്യൂസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതൊരു ഭംഗി. ഇത് എന്ന് എഴുതുന്നതിന് പകരം ഇത് ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സ്മോൾ ടിയും കൂടി ഫ്യൂസ് ചെയ്തപ്പോൾ 2 സ്മോൾ ടി കിട്ടി. അപ്പോൾ മനസ്സിലായി നമ്മുടെ ഡ്വാർഫ് പ്ലാന്റ് അല്ലെങ്കിൽ ഡ്വാർഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡ്വാർഫ് എന്നുള്ള ക്യാരക്ടർ ഹിഡണായി, സപ്രസ്ഡായി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ എല്ലാം ടോളായിട്ട് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡോമിനൻ്റ് ക്യാരക്ടറും സ്മോൾ ടി എന്ന് പറയുന്നത് റിസസീവ് ക്യാരക്ടറാണെന്ന് പറഞ്ഞു. സോ ഈ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ ഡോമിനൻ്റ് ക്യാരക്ടർ ഈ സ്മോൾ ടി എന്ന് പറഞ്ഞ റെസസീവ് ക്യാരക്ടറിനെ സപ്രസ് ചെയ്ത് ഇത് മാത്രം എക്സ്പ്രസ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ജനറേഷനിൽ എല്ലാം ടോൾ പ്ലാന്റ് ആവുകയും ഒരൊറ്റെണ്ണം പോലും ഡ്വാർഫ് ആയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഡ്വാർഫ് വന്നില്ല എന്ന് കാണാനായിട്ട് ആ F1 പ്രോജനീനെ തമ്മിൽ സെൽഫ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത് ടോളാണ്. നമുക്കറിയാം ഇത് ടോളാണ്, പ്യുവർ ടോൾ, നമ്മുടെ പാരൻറ്റിൻ്റെ പോലെ തന്നെയുള്ള ടോൾ. ഇതും ടോളാണ് നമുക്കറിയാം. ഈ കിട്ടിയ F1 ഇതും ടോളാണ്. അങ്ങനെ ഒരെണ്ണം നമുക്ക് എന്ത് കിട്ടി? ഡ്വാർഫ് കിട്ടി. അങ്ങനെ 1 2 3 ടോളും കിട്ടി, ഒരു ഡ്വാർഫും കിട്ടി. സോ നമ്മൾ എക്സ്റ്റേണലി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോജനീനെ എക്സ്റ്റേണലി, സോ ഈ കിട്ടിയത് എന്താണ്? ഈ ജനറേഷൻ ഇത് F1 ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ജനറേഷൻ എന്താണ്? ഇതാണ് F2 ജനറേഷൻ. ഇതാണ് F1നെ തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ F2 ജനറേഷൻ. F2 ജനറേഷനിൽ 3 ടോളും ഒരു ഡ്വാർഫും. F1 ജനറേഷനിൽ എല്ലാം ടോളാണ് പാരൻറ്റിനെ പോലെ കിട്ടിയെന്നുണ്ടെങ്കിൽ F2 ജനറേഷനിൽ 3 ടോളും ഒരു ഡ്വാർഫും കിട്ടി. സോ ടോളും ഡ്വാർഫും നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ്, മോർഫോളജിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ടോൾ ഡ്വാർഫ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് എന്താ പേര് വിളിച്ചത്? ഫീനോടൈപ്പ്. സോ നമുക്ക് കിട്ടിയ റേഷ്യോ, ഈ റേഷ്യോ ആണ് ഫീനോട്ടിപ്പിക് റേഷ്യോ. 3 ടോള് ഒരു ഡ്വാർഫ് 3:1 എന്നുള്ളത് എന്താണ്? ഫീനോട്ടിപ്പിക് റേഷ്യോ. അതാണ് ഇവിടെ എഴുതിക്കുന്നത്. ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3 ടോളും ഒരു ഡ്വാർഫും എന്നുള്ളതാണ് ഫീനോട്ടിപ്പിക് റേഷ്യോ. പുറമേ നിന്ന് നോക്കുമ്പോൾ എക്സ്റ്റേണലായിട്ട് നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. 3 ടോള് കിട്ടി, ഒരു ഡ്വാർഫ് കിട്ടി. എന്നാൽ എങ്ങനത്തെ ടോളാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്തറിയണം? നമുക്ക് അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ അറിയണം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 3 തരത്തിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ജീനോട്ടിപ്പിക് റേഷ്യോ വന്നപ്പോൾ നോക്കിയേ, ക്യാപിറ്റൽ ടി അതൊരു ടോള്. പിന്നെ ഇങ്ങനത്തെ 2 ടോള്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി, അങ്ങനത്തെ 2 ടോള്. അതുപോലെ ഇങ്ങനത്തെ ഒരു ഡ്വാർഫ്. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ക്യാപിറ്റൽ ടി എന്ന് പറയണം, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ്, പിന്നെ സ്മോൾ ടി എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ്. സോ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം ഫീനോട്ടിപ്പിക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായിട്ട് കാണുന്ന ഫീച്ചറുകളാണ്. സോ നമ്മുടെ മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീനിനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റ്. ഒരു ജീനിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട്, ഒരു ജീനിനെ കുറിച്ചുള്ള പഠനമായിരുന്നു, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റ്. മോണോ എന്ന് പറഞ്ഞാൽ 1. സോ ഒരു ജീനിനെ വെച്ചിട്ട് കിട്ടിയ ഹൈബ്രിഡാണ് മോണോ ഹൈബ്രിഡ്. സോ നമ്മൾ പറയുകയാണെങ്കിൽ മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 ടോള് ഒരു ഡ്വാർഫ്. അതേപോലെ മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ 1:2:1. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ടോളും ഡ്വാർഫിൻ്റെയും ആ ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി നമ്മൾ പറഞ്ഞിരുന്നത് ഹോമോസൈഗസ്, ഒരേ കൈൻഡ് ഓഫ് ജീൻ, സിമിലർ കൈൻഡ് ഓഫ് ജീനുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഹോമോസൈഗസ് എന്ന് പറയും. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്യുവറായിട്ടുള്ള ഹോമോസൈഗസ് ടോളുകളാണ്. എന്നാൽ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാലോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്. 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജീനുകളാണ്. എന്താ പറയുക? ഹെട്രോസൈഗസ്. സോ ഇത് ഹെട്രോസൈഗസ് ടോളും ഇത് ഹോമോസൈഗസ് ടോളുമാണ്. അതേസമയം ഇത് നോക്കിയേ, ഇത് രണ്ടും ഒരേപോലത്തെ സിമിലർ കൈൻഡ് ഓഫ് ജീനുകളാണ്. അപ്പോൾ എന്താ ഇത് ഹോമോസൈഗസ് ഡ്വാർഫാണ്. അപ്പോൾ നമ്മുടെ ജീനോട്ടിപ്പിക് റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി പറയുകയാണെങ്കിൽ, സോ മോണോ ഹൈബ്രിഡ് മെൻഡലിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? ഒരു ഹോമോസൈഗസ് ടോള്, 2 ഹെട്രോസൈഗസ് ടോള്,
ഒരു ഹോമോസൈഗസ് ഡ്വാർഫ്. ഹോമോസൈഗസ് എന്ന് പറയാനും ക്യാപിറ്റൽ ടി, ഹെറ്ററോസൈഗസ് എന്ന് പറയാനും ക്യാപിറ്റൽ ടി, സ്മോൾ ടി. സോ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ് മോണോഹൈബ്രിഡിൻ്റെ? 1 homozygous tall, 2 heterozygous tall and again 1 homozygous dwarf. ഇതാണ് നമ്മുടെ മെൻഡലിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ. മെൻഡലിൻ്റെ മോണോഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1 മെൻഡലിൻ്റെ മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? 1 homozygous tall, 2 heterozygous tall and 1 homozygous recessive. So 1:2:1 genotypic ratio, 3:1 phenotypic ratio. സോ ഇതാണ് നമ്മൾ പീ പ്ലാന്റിൽ എങ്ങനെയാണ് ഒരു ക്രോസ് ചെയ്യണമെന്നുള്ളതിൻ്റെ പിക്ചറാണ്. സോ ക്രോസ് ബ്രീഡിങ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിലുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് ചെയ്യണം. ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ പാർട്സൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പെറ്റൽ, സ്റ്റിഗ്മ, അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഏന്തർ, അതിൻ്റെ സ്റ്റേമൻ, അതുപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ കാർപ്പൽ. സോ ഇതിൽ നമ്മൾ അതിൻ്റെ ആന്തറിനെ റിമൂവ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ഫീമെയിൽ പാരൻറ്റ്, മെയിൽ പാരൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് എടുത്തത്. സോ വയലറ്റ് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ. സോ ഈ 2 ഫ്ലവറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ പാരൻറ്റിനെ എടുത്തിട്ട് ഫീമെയിൽ പാരൻറ്റിലുള്ള ആന്തറിനെ റിമൂവ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫീമെയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആന്തറിനെ, മെയിൽ പാർട്ടിനെ റിമൂവ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റിമൂവൽ ഓഫ് ആന്തേഴ്സ്. എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? ഇമാസ്കുലേഷൻ. സോ ഇമാസ്കുലേഷൻ ചെയ്യും നമ്മുടെ ആന്തറിനെ, ഫീമെയിൽ പ്ലാന്റിൻ്റെ ആന്തറിനെ റിമൂവ് ചെയ്തു. അപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഫീമെയിൽ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിൽ പാർട്ടിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇമാസ്കുലേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള പാരൻറ്റ്, മെയിൽ പാരൻറ്റ് വൈറ്റ് ഫ്ലവറിനെ എടുത്തു. അതിൽ നിന്ന് അതിൻ്റെ മെയിൽ പ്ലാന്റ്, അതായത് മെയിൽ പാർട്ട് ആന്തർ, ട്രാൻസ്ഫർ ഓഫ് പോളൻ, ഇതിൻ്റെ മെയിൽ വൈറ്റ് ഫ്ലവറായ മെയിൽ പാരൻറ്റിൻ്റെ ആ ആന്തർ അല്ലെങ്കിൽ പോളനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇതിലോട്ട്. ഇതിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആന്തർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വേറെ നമ്മൾ ഏതിൻ്റെയാണോ ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വൈറ്റിൻ്റെ മെയിലിൻ്റെ ആന്തറിനെ, പോളനെ നമ്മൾ പോളിനേഷൻ വഴി ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ഈ പറഞ്ഞ പ്ലാന്റുകളിൽ നമുക്ക് ഈ പറഞ്ഞ റിസൾട്ടുകൾ കിട്ടുന്നു. സോ ഈ ഫീമെയിലിൽ അതിൻ്റെ ആന്തർ എടുത്ത് മാറ്റി ഇമാസ്കുലേഷൻ ചെയ്ത് നമ്മൾ ബാഗ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഡിസൈഡ് ആയിട്ടുള്ള നമ്മുടെ വെറൈറ്റി നമ്മൾ ഏതാണ് ഉദ്ദേശിച്ചത് ആ മെയിൽ പാരൻറ്റിൻ്റെ ആന്തറിനെ മാത്രം എടുത്ത് നമ്മളതിൽ പോളൻ ട്രാൻസ്ഫർ ചെയ്ത് പോളിനേഷൻ അച്ചീവ് ചെയ്യുന്നു. പോളിനേഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓസ്പ്രിങ്സിൽ നമുക്ക് ആ ഡിസൈഡ് വെറൈറ്റി മുഴുവൻ എന്താണ് കിട്ടിയ ആ പ്ലാന്റ് കിട്ടുന്നു. സോ ഇങ്ങനെയാണ് ഒരു ക്രോസിങ് ഒരു പീ പ്ലാന്റിൽ ചെയ്യുന്നത്.